ഹായ് ഒരുവൺ, പുതിയൊരു വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏറെ നാൾ കാത്തിരുന്ന ബജറ്റ് ഡേ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മാസീവ് മൂവ്മെൻറ്റുകളൊന്നും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഇൻ്റർവ്യൂ ബജറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ്, അതായത് വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ബജറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8 ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് 5.1ലേക്ക് അടുത്ത വർഷം 5.1ലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്ക് കൂടുതലായിട്ടും ഇനി ഫോക്കസ് ചെയ്യാനുള്ള ഒരു സെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ എനർജി സെക്ടേഴ്സ്, ഹെൽത്ത് കെയർസ്, ഇതിലൊക്കെ നമുക്ക് കൂടുതൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കും. അതിലൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ, അതായത് ഇന്നലത്തെ ദിവസം ഒരു ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെയധികം സ്ട്രഗിൾ തന്നെയായിരുന്നു സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഓപ്ഷൻ സ്കാൽപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ചില ക്യാൻഡലുകളൊക്കെ നല്ല പ്രീമിയം മൂവ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത്തരം ക്യാൻഡലുകൾ, അത്തരം സ്കാൽപ്പേഴ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ ദിവസം സാധിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് എടുത്തു പറയാനുള്ളത് ഓപ്ഷൻ സെല്ലേഴ്സിന് കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു ഇവൻ്റേൽ ഒരു ഓപ്ഷൻ സെല്ലേഴ്സിന് ആപ്റ്റായിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ബഡ്ജറ്റ് ഡേയിൽ. ഇന്ത്യ വിക്സ് വളരെയധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നല്ല രീതിയിൽ അത് കൂൾ ഓഫ് ആയി. സോ ആ സമയത്ത് നല്ല രീതിയിൽ പ്രീമിയം വെൽറ്റിങ്ങും വന്നു, നല്ല രീതിയിൽ കൺസോളിഡേറ്റഡ് മാർക്കറ്റ് വന്നു. ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. നമ്മുടെ ലെവൽസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ലെവൽസ് വെച്ചിട്ട് പറയുന്ന സമയത്ത് ഈ ഒരു റേഞ്ച്, ഈ ഒരു സോണ് ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷമാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോൺ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാനും ഫോക്കസ് ചെയ്തത് ഈ സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ ആ സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമ്മുടെ മാർക്കറ്റ് സോണിൻ്റെ താഴെയായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് വളരെ അടിപൊളിയായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു. നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഓൾ ടൈം ഹൈ ലെവലിൽ ടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഓൾ ടൈം ഹൈ ലെവൽ വരെ ഫൈനൽ ടാർഗറ്റ് ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെവൽ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. നമ്മുടെ ബജറ്റ് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഓവറോൾ നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. ഏകദേശം ഇൻട്രാഡേ ലോ ടു ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏകദേശം 430 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ഏകദേശം പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 319 പോയിന്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 156 പോയിന്റിലാണ്. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണ്. നമ്മുടെ സോണ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റം തന്നിട്ടുണ്ട്. പക്ഷേ ഏകദേശം സോണ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 250 പോയിന്റിൻ്റെ മൂവ്മെൻ്റാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട്. നമ്മുടെ നിഫ്റ്റി ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്ത സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലും സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓവറോൾ ഡൗൺ ആയിരിക്കുന്നത് 988 പോയിൻ്റാണ്. അതായത് ഇൻട്രാഡേ ഹൈ ടു ഇൻട്രാഡേ ലോ നോക്കുകയാണെങ്കിൽ 988 പോയിന്റിൻ്റെ ഫാള് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കാം. സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെക്ടേഴ്സ് നിഫ്റ്റി IT 788 പോയിന്റിന് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫാമ നോക്കുകയാണെങ്കിൽ 132 പോയിന്റ്. അതുപോലെ തന്നെ എനർജി സെക്ടേഴ്സ് 1167 പോയിന്റിന് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ PSE 293 പോയിന്റ് മൂവ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. FMCG നമുക്ക് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 97 പോയിന്റിൻ്റെ നെഗറ്റീവാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കും 217 പോയിന്റിന് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് നമുക്ക് 14, അതായത് ഒന്ന് കൂളായിട്ടുണ്ട്. 15 താഴെയാണ് ഇപ്പോൾ ഉള്ളത്. 14.69 നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് 22,000 മുകളിലാണ്. അതായത് നമുക്ക് പറഞ്ഞു തരുന്നത് മൺഡേ, ഇപ്പം നിലവിലെ ഡാറ്റ വെച്ച് പറഞ്ഞു തരുന്നത് മൺഡേ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. നമ്മുടെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,853 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം 22,000 എന്ന് പറയുമ്പോൾ ഏകദേശം 150 പോയിന്റിന് മുകളിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നിലവിലെ ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത്. നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ്, അതായത് നെഗറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഫാൾ വരും. സോ ആ സമയത്ത് മൺഡേ രാവിലെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കണം. അതിനനുസരിച്ചായിരിക്കും ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കേണ്ടത്. സോ
ഇനി നമുക്ക് നമ്മുടെ FISന്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം FIS സെല്ലേഴ്സ് ആണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു 70 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. ഒരു ബൈയിങ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. DISന്റെ ഭാഗത്ത് നിന്ന് 2400 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫാൾ വന്നിട്ടും FISും DISും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണത്. സോ FISന്റെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് അതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓവറോൾ ഒരു സ്ട്രക്ചറാണ്. ഡെയിലി ചാർട്ടിലേക്ക് ഒന്ന് ഇടാം. ഡെയിലി ചാർട്ടിലേക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ നിഫ്റ്റി ചെയ്താൽ ഓക്കെ. ഓക്കെ, എന്തായാലും നമ്മുടെ സോണിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അത് നമുക്കൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ സോണിൻ്റെ താഴേക്ക് ഇനി മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റേഞ്ചാണ്. ഇപ്പോൾ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇപ്പം നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നിലവിൽ മൺഡേ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നോക്കാം. അതായത് സോൺ ബ്രേക്ക് ചെയ്യുന്നത് നല്ല സപ്പോർട്ടായിട്ട് ഈ റേഞ്ച് ആക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്കൊരു മേജർ ലെവലായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് ഒരു മേജർ ലെവലാണ്, ഒരു ടാർഗറ്റ് ലെവലാണ്. ഓക്കെ, ഈ ലെവൽ ഒരു മേജർ ടാർഗറ്റ് ലെവലാണ്. വീക്ക്ലി ക്യാൻഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും വീക്ക്ലി ക്യാൻഡിൽ തന്നെ നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാനുള്ളത് ഈ റേഞ്ചാണ്. സപ്പോർട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ട് റേഞ്ചാണ്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ്, അതായത് ഈ സോൺ ഏരിയ, അതായത് സോണിൻ്റെ ബോട്ടം ഏരിയ ഒരു സപ്പോർട്ട് റേഞ്ച് തന്നെയാണ്. ഓക്കെ, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്, സ്ട്രോങ് സപ്പോർട്ടാണ്. നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് നോക്കാനില്ല. നമുക്ക് ഇത്തരം ലെവലുകൾ മാത്രമേ നോക്കാനുള്ളൂ. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് റേഞ്ചാണ്. അതുപോലെ തന്നെ ഇതും നല്ലൊരു റെസിസ്റ്റൻസ് റേഞ്ചാണ്. നമ്മുടെ സോണിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. നിഫ്റ്റി പറയുന്നതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് മൺഡേ പറയുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ വലിയ രീതിയിലൊരു സെൽ ഓഫ് വന്നു. നമ്മുടെ സോൺ വീണ്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ട്രേഡൊക്കെ എടുക്കാം. ഈ ഒരു സോണിൻ്റെ ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ട്രേഡൊക്കെ എടുക്കുന്നതിൽ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നതാണ് നമുക്കൊരു സപ്പോർട്ട്. അതായത് വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ ആണ് നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇനി ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ സപ്പോർട്ടാക്കി എടുക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു സോണിലേക്കുള്ളൊരു മൊമെൻറ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റാക്കി വെക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സോൺ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് റേഞ്ചാണ്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് പറയാൻ പറ്റും. അതായത് ഇന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു സോൺ ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചും കൂടെ, അതായത് ഇന്നുണ്ടായ ഹൈയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഗെയിൻ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു റേഞ്ച് വരെയെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നുണ്ടായ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊരു സോണാക്കി വെച്ചാൽ, അപ്പോൾ ഇന്നുണ്ടായ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം എത്ര പോയിന്റ് ഉണ്ടാവും നോക്കാം. ഏകദേശം 657 പോയിന്റ് ഉണ്ട്. സോ ആ ഒരു ഇൻട്രാഡേ ആ ഒരു ദിവസം തന്നെ മൂവ് ചെയ്തോളണമെന്നില്ല, 1-2 ദിവസങ്ങൾ കൊണ്ട് ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവൽ പിടിക്കാം. ഓക്കെ, വളരെയധികം സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടൊരു പോയിന്റാണ്. നമുക്ക് മേജറായിട്ട് നോക്കാനുള്ളത് ഈ ഒരു റേഞ്ചാണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നല്ല രീതിയിൽ, അതായത് ഇന്നുണ്ടായ ഹൈ, ഇന്ന് സെല്ലേഴ്സ് ആക്റ്റീവായ പോയിന്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലൊരു മൊമെൻറ്റ് അപ്പർ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഈ ഒരു ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. അതും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് ആക്കിയിട്ട് നോക്കാം. നമുക്ക് സപ്പോർട്ടായിട്ട് പറയാം ഈ ഒരു ലെവലാണ്. ഇത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് ഇതാണ്. അത് കഴിഞ്ഞ് ഈ ഒരു സോണായിരിക്കും നല്ല രീതിയിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുക. മാക്സിമം ഈ ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉള്ളത്. നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ടേൺ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഇതാണ് നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഓവറോൾ അനാലിസിസ് പറയാനുള്ളത്. നമ്മുടെ ഓപ്ഷൻ ഡാറ്റ കൂടെ നോക്കുകയാണെങ്കിൽ
ഓക്കെ, ഓപ്ഷൻ ഡാറ്റ ഞാൻ എപ്പോഴും സെൻസിബിളിലാണ് നോക്കുന്നത്. സെൻസിബിളിലാണ് നോക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ളത് 47,000 ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 47,000 48,000 ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത്. നമുക്ക് എക്സ്പയറി ഒന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 47,000 അതുപോലെ തന്നെ 48,000 തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത്. സോ നമുക്കതൊന്ന് നോക്കാം. 47,000 എന്ന് പറയുന്നത് 47,000 എന്ന് പറയുന്നത് ഇന്ന് ഫാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 48,000 എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചാണ് 48,000 എന്ന് പറയുന്നത്. നമുക്ക് ഈ ലെവൽ തന്നെ പിടിക്കും. ഓവറോൾ ഈ ഒരു ലെവൽ തന്നെ പിടിച്ചിട്ടുണ്ട്. സോ നോക്കാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒന്ന് നോക്കാണ്ട്. നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 23,000 ഉണ്ട്. നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇവിടെ 22,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 22,500 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 22,000 എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു ലെവൽ നമ്മൾ ഓൾറെഡി ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 22,500 എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ലെവലാണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള 22,000 റെസിസ്റ്റൻസ് ഉണ്ട്. പോസിറ്റീവാണ്, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പം ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം ഈ ഒരു ഹൈ പോയിന്റ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. നമുക്കത് ഇൻട്രാഡേ ലെവൽസ് പറയുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഈ ലെവൽ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഈ ലെവൽ ഈ ഓൾ ടൈം ഹൈ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഓപ്ഷൻ ബയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ദിവസം. നല്ലൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് തന്നെയാണ് അത് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു 90% എങ്കിലും എനിക്ക് അക്യുറസി ഉണ്ട്. സോ ഇനി നമുക്ക് ഇൻട്രാഡേ ലെവൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ലെവൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓവറോൾ അടുത്ത വീക്കിലേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ നമുക്ക് നമ്മുടെ എൻട്രി പോയിന്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് ഡേയുടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ 5 മിനിറ്റ് ക്യാനിൽ ആ റേഞ്ചിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അഗെയിൻ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അതിനുശേഷം നമുക്കിതാ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. സോ വളരെയധികം കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇത്തരത്തിൽ വോളറ്റാലിറ്റി നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് സോണുകളൊന്നും വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളണമെന്നില്ല. സോ നമുക്ക് എന്തായാലും ഒരു 80% എങ്കിലും നമുക്ക് നമ്മുടെ ലെവൽസുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സോൺ, അതായത് വളരെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ മാർക്കറ്റിൽ ഇനി ഇത് സപ്പോർട്ടായിട്ട്, അതായത് ഇവിടെ നിന്നും മാക്സിമം മാർക്കറ്റ് ഫാളായാലും ഇവിടെ നിന്നും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോണിൽ വന്നു മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. നല്ല ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഇല്ല, എനിക്ക് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്ത്, അതായത് നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് കിട്ടി. സോണ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. പിന്നെ ഞാനത് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റിൽ വലിയ രീതിയിൽ സെല്ലിങ് വന്നു. അതിനുശേഷം നമ്മുടെ സോണ് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഒരു 5 മിനിറ്റ് ക്യാനിൽ ഈ സോണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊരു പോയിന്റ് നമുക്ക് ഇതിനകത്ത് ക്യാച്ച് ചെയ്യായിരുന്നു. എന്തായാലും നമ്മൾ ഈ ടാർഗറ്റ് വരെ, ഫൈനൽ ടാർഗറ്റ് വരെ മാർക്കറ്റ് പോയിട്ടില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കോസ്റ്റ് ട്രയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ലൊരു പ്രീമിയം മൂവ്മെൻറ്റ് അവിടെ കിട്ടുമായിരുന്നു. സോ അതെനിക്ക് മിസ്സായിപ്പോയി. നിഫ്റ്റിയിലായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നമ്മൾ
കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടായി. അഗെയിൻ ഈ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്ത പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നപ്പോഴാണ് ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഇവിടെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലെവൽ വളരെ, അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ പോലെ തന്നെ വളരെ ഷാർപ്പായിട്ട് ഇത് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത സമയത്ത് സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രേഡ് ചെയ്തു. പിന്നെ ഞാൻ ട്രേഡ് ചെയ്യുക ചെയ്തത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവൽ, ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലെവലിലാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ ഓവറോൾ ഓൾ ടൈം ഹൈ വരെ പോയിട്ടില്ല. ഈ ഒരു സമയത്ത് എത്തിയത് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്ത് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഒന്നാമത് നമ്മുടെ ബജറ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലിംഗ് വരാം, ഒരു ട്രാപ്പിംഗ് വരാം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ബുക്ക് ചെയ്തത്. ഒരു 2 ക്യാനിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതായത് ഈ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള 2 ക്യാനിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഞാൻ അത് ബുക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് തിങ്കളാഴ്ച നമുക്ക് എന്തോ കാര്യങ്ങൾ, നമ്മുടെ ലെവൽസ് എന്തോ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് 1 അവറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു നല്ലൊരു സപ്പോർട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഇനി നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ റേഞ്ച്, ഓക്കെ, ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ലെവലും കൂടെ നമുക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അടുത്തൊരു ടാർഗറ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതൊരു അടുത്തൊരു ടാർഗറ്റാക്കി വയ്ക്കാം. അത്യാവശ്യം ഒരു പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50 പോയിൻറ്റ് അതുകൊണ്ട് നിഫ്റ്റിയിൽ. സോ വളരെ നല്ലൊരു റേഞ്ചാണിത്. അതുപോലെ തന്നെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് ഇത് വയ്ക്കാം. ഇനി മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, അതിന് പകരം നമുക്ക് ഇതൊരു സപ്പോർട്ടാക്കി എടുക്കാം. ഓക്കെ, ഇതൊരു റേഞ്ചാണ്, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് പിടിക്കാം. അതായത് ഈ റേഞ്ചിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓക്കെ, എന്തായാലും ഈ ഇതൊരു സോണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ഏരിയ തന്നെയാണ്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ആണുള്ളത്. നമുക്ക് മൺഡേ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങോ നല്ലൊരു മൊമെൻറ്റോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഫൈനൽ ടാർഗറ്റാണിത്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ആണുള്ളത്. പക്ഷേ നമുക്കിത് എങ്ങാനും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഇതൊരു ഫൈനൽ ടാർഗറ്റാണ്. ഓക്കെ, ഈ സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് മൺഡേ ശ്രദ്ധിക്കാനുള്ള മേജറായിട്ടുള്ള ലെവൽ ഇതുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ച് വളരെ കൺസോൾട്ടേറ്റഡ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം അവിടെ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്കിതൊരു ഈ ഒരു പോയിൻ്റ് ഒരു സപ്പോർട്ടാക്കി എടുക്കാം. ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇന്ന് മാർക്കറ്റ് ഇൻട്രാഡേയിലോ പോയിട്ടുള്ള റേഞ്ച് നല്ലൊരു ബയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു സപ്പോർട്ട് റേഞ്ച് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു സോൺ വരെ മാക്സിമം. അതിൽ തന്നെ നമുക്ക് ഇതൊരു ടാർഗറ്റ് ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വയ്ക്കാം. ഇതും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോൺ ഫൈനൽ ടാർഗറ്റ് ആക്കിയിട്ടും നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇവിടെ ഈ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് റേഞ്ചാണ്. ഇതൊരു റെസിസ്റ്റൻസ് റേഞ്ചാണ്, ഇതൊരു സോണാണ്. അപ്പോൾ ഈ ഒരു സോൺ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, മാർക്കറ്റ് ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ വെച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു 100 പോയിൻറ്റിന് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഒരു 100 പോയിൻറ്റിൽ നമുക്ക് പ്രീമിയം ഒരു അറ്റ് ദ മണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിൻറ്റെങ്കിലും കിട്ടും. സോ അത് നല്ല പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റ് ആക്കി വയ്ക്കാം. ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് നോക്കാം. ഓക്കെ, ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോൺ തന്നെയാണ്. ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് വെക്കാം. ഓക്കെ, ഇതൊരു ടാർഗറ്റാണ്. അതുപോലെ തന്നെ ഈ റേഞ്ചും ഒരു ടാർഗറ്റാണ്. ഇന്നുണ്ടായിട്ടുള്ള ഹൈ എന്ന് പറയുന്നതും ഒരു ടാർഗറ്റാക്കി വയ്ക്കാം. ഓക്കെ, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ 15 മിനിറ്റ്സിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സിലേക്കും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോയിൻ്റ് കൂടെ നമ്മൾ ഒന്ന് നോക്കാനുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെല്ലേഴ്സ്, അതായത് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ
ഇതൊരു നല്ലൊരു റേഞ്ചാണ്, സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ഇതും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതും വളരെ നല്ലൊരു സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഞാൻ പറയുന്നത് നമുക്കൊരു മൊമെൻറ്റം കിട്ടിയാൽ ഇവിടെയൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് അത്യാവശ്യം പ്രീമിയം മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടും. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പോയിന്റ് നമുക്കിവിടെ കിട്ടും. എന്നിരുന്നാലും സെല്ലേഴ്സ് വളരെ ആക്റ്റീവാണ് ഈ പോയിന്റിലൊക്കെ. സോ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം മൺഡേ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പോയിന്റുകൾ ഇതൊക്കെയാണ്, ഇൻട്രാഡേ ലെവൽസുകളാണിത്. സോ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.